നമുക്കിന്ന് തണുപ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചായ ഉണ്ടാക്കിയാലോ. എല്ലാവരും ചായ ഉണ്ടാക്കുന്നവരാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയൊരു ചായ ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. പാലും വെള്ളവും ഒരേ അളവിലാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് എടുക്കുക. എന്നിട്ട് ഇത്രയും സൈസ് മതി കേട്ടോ, ഒരു 3 ഗ്ലാസ്സിലേക്കൊക്കെ. അപ്പോൾ ഈ സൈസിലുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ട് അതൊന്നെങ്കിൽ നമുക്ക് ചതച്ചിട്ടിടാം. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഏലക്കായ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് പൊളിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ 4 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും ഏലക്കായും കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ഇത് മാത്രം ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഇഞ്ചിയും ഏലക്കായും കൂടെ ആ വെള്ളത്തിൽ കിടന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചായപ്പൊടിയുടെ അളവ് പിന്നെ മാറ്റം വരുമല്ലോ, ഓരോ ചായപ്പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ മാറ്റം വരും. അപ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം തിളക്കാൻ സമയം കൊടുക്കാം. കുറച്ച് സമയം, ഒരു 2 മിനിറ്റോളൊക്കെ ചായപ്പൊടി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളക്കണം. തിളച്ചതിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ശേഷം പാലൊഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. തിളപ്പിച്ച പാലൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഈ പാലും ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചായ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പത അങ്ങ് പൊങ്ങി വരുമ്പോൾ നേരെ തീ ഓഫ് ചെയ്യരുത്. ആ പതഞ്ഞിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ പാത്രം ഒന്ന് എടുത്തിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ആ പതയൊന്ന് അടങ്ങും. എന്നിട്ട് വീണ്ടും ഫ്ലെയിമിനെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ വീണ്ടും പത വരും. വീണ്ടും ഇതേപോലെ ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യണം. എന്നാലേ ആ ചായയുടെ നമ്മളിപ്പോൾ ഇട്ട ഇഞ്ചിയുടെ ഏലക്കായുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ചായയിൽ വരുള്ളൂ. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഈ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2-3 തവണ ഒഴിച്ചിട്ട് ആറ്റിയെടുക്കണം. ആറ്റിയെടുക്കാമെന്ന് കേട്ടോ ഞങ്ങളവിടെയൊക്കെ പറയാം. ചായ നന്നായിട്ട് ചൂടോടെ ആറ്റിയെടുക്കുക. അപ്പോൾ നല്ല പതഞ്ഞ് വരും ചായ. ആ പതയോട് കൂടിയിട്ട് തന്നെ കപ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.